ഹലോ, ഇൻഡക്ഷൻ മെഷീൻ്റെ അടുത്ത വീഡിയോ ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു ട്രാൻസ്ഫോമർ വിത്ത് വൈൻഡിങ് റെസിസ്റ്റൻസ് ആൻഡ് ലീക്കേജ് റിയാക്റ്റൻസ് അങ്ങനെയുള്ള ട്രാൻസ്ഫോമർ ഡിഫറെൻ്റ് ലോഡുകൾ, അതായത് ലോഡ് എന്ന് പറഞ്ഞാൽ യൂണിറ്റി പവർ ഫാക്ടർ ലോഡാകാം, ലാഗിങ് പവർ ഫാക്ടർ ലോഡാകാം, അല്ലെങ്കിൽ ലീഡിങ് പവർ ഫാക്ടർ ലോഡാകാം. ഈ 3 ലോഡഡ് കണ്ടീഷനിലുള്ള ആ ട്രാൻസ്ഫോമറിൻ്റെ ഫേസർ ഡയഗ്രം നമ്മൾ വരച്ചിരുന്നു. ഓക്കെ, ഇനി നമുക്ക് അനാലിസിസ് പാർട്ടിലേക്ക് ഇനി ആവശ്യമുള്ള ഒരു സാധനമാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്നും ഇക്വലൻ്റ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന കുറച്ച് പാരാമീറ്റേഴ്സ്. ഓക്കെ, നമ്മൾ എന്താണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ഇക്വലൻ്റ് റിയാക്റ്റൻസ് എന്നതിനെക്കുറിച്ചും എങ്ങനെയാണ് നമ്മൾ അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു 2 പ്രോബ്ലങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോ ലെക്ചറിൽ നമ്മൾ ഇന്ന് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യത്തെ ടേമാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടേം. ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിൽ ഇങ്ങനെ എടുത്തൊരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ ആ ട്രാൻസ്ഫോമറിന് 2 തരത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് ഉള്ളത് നമുക്കറിയാം. ഒന്ന് പ്രൈമറിയിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറയും, പ്രൈമറി വൈൻഡിങ്ങിലുള്ള റെസിസ്റ്റൻസ്, അതിൻ്റെ പേരാണ് നമ്മൾ R1 എന്ന് പറയും. അതേപോലെ തന്നെ സെക്കൻഡറി വൈൻഡിങ്ങിന് റെസിസ്റ്റൻസ് ഉണ്ട്, അത് R2 എന്ന് പറയും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഓക്കെ, ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിനാണ് ഈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ R1 എന്ന് പറഞ്ഞാൽ പ്രൈമറി റെസിസ്റ്റൻസ് ആണ്, R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ടോട്ടൽ ലോസസ് കാണണം, അല്ലെങ്കിൽ ടോട്ടൽ പവർ ലോസ് കാണണം. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഭാഗത്ത് ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്തും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഉണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ നടുവിൽ ഈ കാണുന്ന ഭാഗം ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണോ? അല്ലല്ലോ. നമുക്കറിയാലോ, ഈ ഭാഗത്ത് നിന്ന് എനർജി ട്രാവൽ ചെയ്യുന്നത് ഇലക്ട്രിക്കലായിട്ടാണോ? അല്ല. ഈ ഭാഗത്ത് എന്താണ്? ഒരു മാഗ്നറ്റിക് സർക്യൂട്ടാണുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്, വീണ്ടും ഇലക്ട്രിക്കൽ സർക്യൂട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ അല്ല അത് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ചില റെഗുലേഷൻ കാണാനാകും, ചിലപ്പോൾ പവർ ലോസ് കാണാനാവും, ചിലപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി കാണാനാവും. ഇങ്ങനെയുള്ളൊക്കെ കേസിൽ നമ്മൾ ഒരു പ്രോബ്ലം അനലിറ്റിക്കലായിട്ട് ഒരു പ്രോബ്ലം ചെയ്യേണ്ട കേസിൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയാണ് ട്രാൻസ്ഫോമറിനെ നമ്മൾ അനാലിസിസ് നടത്തുന്നതെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഒരു ഇക്വലൻ്റ് സർക്യൂട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ വരുന്നത്. ഓക്കെ, ഒരു ട്രാൻസ്ഫോമറിനെ നമ്മൾ ഇക്വലൻ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് നമ്മൾ അടുത്ത മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. ആ ഇക്വലൻ്റ് സർക്യൂട്ടായിട്ട് ഒരു ട്രാൻസ്ഫോമറിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസും ഇക്വലൻ്റ് റിയാക്റ്റൻസും. ഓക്കെ, ഇക്വലൻ്റ് സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ അനാലിസിസ് നമ്മൾ ഈസി ആയിട്ട് ചെയ്യുക. ഓക്കെ, ആ ഇക്വലൻ്റ് സർക്യൂട്ട് ട്രാൻസ്ഫോമറിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സാണ് അതിലെ ഇക്വലൻ്റ് റെസിസ്റ്റൻസും ഇക്വലൻ്റ് റിയാക്റ്റൻസും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസും ഇക്വലൻ്റ് റിയാക്റ്റൻസും എങ്ങനെ കാണുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് കാണുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറിയിലും സെക്കൻഡറിയിലും റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സപ്പോസ് നമ്മളിതിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നില്ലെങ്കിൽ ഈ സെക്കൻഡറിയിലെ റെസിസ്റ്റൻസിനെ ഞാൻ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആദ്യത്തെ കേസ് ഏതായിരുന്നു? ഇവിടെ R1 ഉണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ വൈൻഡിങ് പോയി ഇങ്ങനെ പോവായിരുന്നു, ഇവിടെ നമുക്ക് R2 ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി ഞാൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ കേസിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ R2വിനെ ഒന്നുകിൽ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അങ്ങനെയാകുമ്പോൾ R2വിനെ ഒന്നില്ലെങ്കിൽ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ വൈൻഡിങ്ങിൽ എന്തെങ്കിലും ഉണ്ടാകുമോ? റെസിസ്റ്റൻസിൻ്റെ പാർട്ട് ഉണ്ടോ? ഇല്ല, കാരണം ഈ R2വിനെ നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അറിയോ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, എനിക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ, R1നെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ ഈ R1 എന്ന സാധനം ഉണ്ടാവുമോ? ഇല്ല. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു റെസിസ്റ്റൻസിനെ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്കോ അല്ലെങ്കിൽ സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്കോ മാറ്റുക.
ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈക്വലൻ്റ് റെസിസ്റ്റൻസിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ഈക്വലൻ്റ് റിയാക്റ്റൻസ് എന്നൊക്കെ കാണുന്നത് എന്തിനാണ് നമ്മൾ പഠിച്ചു. ഈ ട്രാൻസ്ഫോമറിൻ്റെ കാൽക്കുലേഷൻ സിമ്പിളും ഈസി ആക്കാനെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈക്വലൻ്റ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് ഒരു പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക്, സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക്. ഓക്കെ, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ പ്രോപ്പർട്ടീസ് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അതൊക്കെ കാര്യങ്ങൾ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ആദ്യത്തെ കേസാണ് ഇക്വലൻ്റ് റെസിസ്റ്റൻസിൻ്റെ കേസാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, റെസിസ്റ്റൻസിനെ ഞാൻ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് മാറ്റുമ്പോഴും സെക്കൻഡറിയിൽ നിന്ന് പ്രൈമറിയിലേക്ക് മാറ്റുമ്പോഴും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ, സപ്പോസ് ഈ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ റെസിസ്റ്റൻസ് ഇവിടെ ഉള്ള കേസാണെന്ന് വിചാരിച്ചോളൂ. ഇവിടെ R1 എന്ന റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ R1 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ എത്രമാത്രം കോപ്പർ ലോസ് ഇവിടെ ഉണ്ടാക്കിയോ, ഈ R1ൻ്റെ എഫക്റ്റ് ഒരു കോപ്പർ ലോസ് ഉണ്ടാക്കലല്ലേ. ഓക്കെ, ഈ R1 മൂലം എത്രമാത്രം കോപ്പർ ലോസ് ഉണ്ടായോ അത്രയും കോപ്പർ ലോസ് ഇതിനെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താലും ഉണ്ടാക്കണം. ഓക്കെ, അതാണ് ഒന്നാമത്തെ ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന പാരാമീറ്ററിൽ. നമ്മളൊരു റെസിസ്റ്റൻസിനെ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതാണോ ട്രാൻസ്ഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ്, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ ഈ R1 പ്രൈമറിയിൽ എത്ര കോപ്പർ ലോസ് ഉണ്ടാക്കിയോ അത്രയും കോപ്പർ ലോസ് ഇത് സെക്കൻഡറിയിലും കീപ്പ് ചെയ്യണം, ഉണ്ടാക്കണം. ഓക്കെ, അല്ലെങ്കിൽ R2 എന്ന് പറഞ്ഞ റെസിസ്റ്റൻസ് ആണ് നമ്മൾ പ്രൈമറിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന വിചാരിച്ചോളി. അങ്ങനെയാണെങ്കിൽ R2 എന്ന റെസിസ്റ്റൻസ് സെക്കൻഡറിയിൽ എത്ര കോപ്പർ ലോസ് ഉണ്ടായോ അത്രയും കോപ്പർ ലോസ് ഇത് പ്രൈമറിയിലും ഉണ്ടാക്കണം. ഇതാണ് ഒരു ഇക്വലൻ്റ് റെസിസ്റ്റൻസ്. അതായത് റെസിസ്റ്റൻസ് നമ്മൾ ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ട ഒരു നിബന്ധന എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ദ റെസിസ്റ്റൻസ് ഫ്രം വൺ സൈഡ് ടു അതർ സൈഡ് ഈസ് ട്രാൻസ്ഫേർഡ് ബേസ്ഡ് ഓൺ ഈക്വൽ കോപ്പർ ലോസ് ബേസിസ്. ഓക്കെ, ഈക്വൽ കോപ്പർ ലോസ് ബേസിലാണ് നമ്മളിത് ചെയ്യുക എന്നുള്ളത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിങ്ങനെ ഇനി ഒരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സപ്പോസ് ഇതിൽ ആദ്യത്തെ കേസ് നിങ്ങളൊന്ന് നോക്കുക. ആദ്യത്തെ കേസ് നിങ്ങൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്, ഈ കേസിൽ ആദ്യത്തെ കേസ് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയാൻ എന്താണ് അർത്ഥം എന്ന് മനസ്സിലാക്കുന്ന വെച്ചാൽ, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി, അതായത് പ്രൈമറിയിൽ മാത്രമേ റെസിസ്റ്റൻസ് ഉള്ളൂ, സെക്കൻഡറിയിൽ റെസിസ്റ്റൻസ് ഇല്ല. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ നേരത്തെ എങ്ങനെയായിരുന്നില്ലേ, R1 ഉണ്ട്, ഇവിടെ നമ്മളെ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഉണ്ട്, ഇവിടെ R2 ഉണ്ട്, ഇത് ട്രാൻസ്ഫോമറിൻ്റെ കോറ്. ഓക്കെ, ഇങ്ങനെയായിരുന്നില്ലേ. ഈ ഒരു കേസിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, പ്രൈമറിയിൽ മാത്രമേ റെസിസ്റ്റൻസിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാകാൻ പാടുള്ളൂ, സെക്കൻഡറിയിൽ റെസിസ്റ്റൻസിൻ്റെ കമ്പോണൻ്റ് ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. R1 പറഞ്ഞാൽ പ്രൈമറിയിലല്ലേ? അതെ. അപ്പോൾ എങ്ങോട്ടെങ്കിലും മാറ്റേണ്ട കാര്യമുണ്ടോ? ഇല്ല. R2 എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയിലല്ലേ? ഓക്കെ. R2നെ പ്രൈമറിയിലേക്ക് മാറ്റണ്ടേ? ഓക്കെ, R2നെ പ്രൈമറിയിലേക്ക് മാറ്റണം. ഓക്കെ, R2നെ പ്രൈമറിയിലേക്ക് മാറ്റുമ്പോൾ എന്തായി മാറും അറിയാം? R2 is equal to R2 ഡാഷ് ആയിട്ട് മാറും. ഓക്കെ, R2 ഡാഷിൻ്റെ പേരാണ് സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അതായത് സെക്കൻഡറിയിലുള്ള റെസിസ്റ്റൻസ് നമ്മൾ പ്രൈമറിയിലേക്ക് മാറിയപ്പോൾ അതെന്തായിട്ട് മാറി? R2 ആണ് പ്രൈമറിയിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എന്തായിട്ട് മാറി? R2 ഡാഷ് ആയിട്ട് മാറി. ഈ R2 ഡാഷിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി റെസിസ്റ്റൻസ് ആണ് R2. ഓക്കെ, അതിലൊരു ഡാഷ് വന്നത് എന്തുകൊണ്ടാണ്? പ്രൈമറിയിലേക്ക് മാറിയപ്പോഴല്ലേ? ഓക്കെ, അപ്പോൾ സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രാൻസ്ഫോമറിൻ്റെ എത്ര റെസിസ്റ്റൻസ് ഉണ്ട് നമുക്ക് നോക്കാം. ട്രാൻസ്ഫോമറിൻ്റെ റെസിസ്റ്റൻസ് നോക്കിക്കോളൂ കേട്ടോ, എങ്ങനെയായിരിക്കും വരിക എന്നുള്ളത്.
R1 ഉണ്ടല്ലോ, ഒരു മാറ്റമില്ല. ഓക്കെ, R2 ഇങ്ങോട്ട് മാറ്റിയില്ലേ? മാറ്റി. അപ്പോൾ ഒന്ന് ആലോചിക്കുക, R2 വരൂലേ? R2 സെക്കൻഡറിയിൽ പ്രൈമറിയിൽ എങ്ങനെയായിട്ടാ അറിയപ്പെടുക? R2 ഡാഷ് ആയിട്ടല്ല അറിയപ്പെടുക. ഓക്കെ, എന്നിട്ട് നമ്മൾ വൈൻഡിങ്ങിലേക്ക് പോയി. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡറി വൈൻഡിങ് നോക്കുക. സെക്കൻഡറി വൈൻഡിങ്ങിൽ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ഉള്ള റെസിസ്റ്റൻസിനൊക്കെ ഞാൻ പ്രൈമറിയിലേക്ക് മാറ്റിയില്ലേ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ആകുമ്പോൾ വരിക. ഓക്കെ, ഇങ്ങനെയാകുമ്പോൾ എന്തായിരിക്കും R2 ഡാഷിൻ്റെ വാല്യൂ? അത് നമുക്ക് കണ്ടെത്തണം. അത് നമ്മളെ ടാസ്ക് ആണല്ലോ. ഓക്കെ, R2 ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കണം? R1ൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല, കാരണം R1 അതേ സ്ഥലത്ത് തന്നെയല്ലേ ഉള്ളത്. അതെ, ഞാൻ പറഞ്ഞിരുന്നു ഒറ്റ കണ്ടീഷനാണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുമ്പോൾ ഒറ്റ കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നത്. R2 എന്ന റെസിസ്റ്റൻസ് എത്രമാത്രം കോപ്പർ ലോസ് സെക്കൻഡറിയിലാക്കുമ്പോൾ ഉണ്ടാക്കി, അത്രയും കോപ്പർ ലോസ് തന്നെയായിരിക്കണം ഇത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും ഉണ്ടാക്കിയിരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ പ്രൈമറിയിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് I1, സെക്കൻഡറിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് I2. ഓക്കെ, R2 എന്ന റെസിസ്റ്റൻസ് സെക്കൻഡറിയിലായപ്പോൾ എത്ര കോപ്പർ ലോസ് ഉണ്ടാക്കുക? I2 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 അല്ലേ? അതെ. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞത്, ഇവിടെ എത്ര കോപ്പർ ലോസ് R2 ഉണ്ടാക്കിയോ അത്രയും കോപ്പർ ലോസ് തന്നെ ആയിരിക്കണം ഇത് പ്രൈമറിയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പ്രൈമറിയിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, R2 ഡാഷ് ആയിട്ട് മാറിയില്ലേ? ഓക്കെ, അപ്പോൾ ഈ R2 ഡാഷ് പ്രൈമറിയിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എന്ന് പറയുന്നത്, അതായത് R2 സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന എത്ര കോപ്പർ ലോസ് ഉണ്ടാക്കിയോ അത്രയും കോപ്പർ ലോസ് R2 ഡാഷ് പ്രൈമറിയിൽ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, പ്രൈമറിയിലൂടെ പോകുന്ന കറണ്ട് എന്താ? I1 അല്ലേ? I1 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 ഡാഷ്. അപ്പോൾ നേരത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, R2 സെക്കൻഡറിയിൽ എത്ര കോപ്പർ ലോസ് ഉണ്ടാക്കി? അതല്ല ഇത് I2 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 അല്ലേ? ഓക്കെ, അത് തന്നെ ആയിരിക്കണം R2 എന്ന് പറയുന്നത് പ്രൈമറിയിലേക്ക് മാറുമ്പോൾ, അതായത് R2 ഡാഷ് പ്രൈമറിയിൽ ഉണ്ടാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, പ്രൈമറിയിലെ കറണ്ട് ഏതാ? I1 ആണോ I2 ആണോ? I1 അല്ലേ? I1 ഹോൾ സ്ക്വയർ ഇൻറ്റു R2 ഡാഷ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, R2 ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടാക്കാം? I2 ബൈ I1 ഹോൾ സ്ക്വയർ ഇൻറ്റു R2. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കറിയാലോ, നമുക്ക് റിലേഷൻ അറിയാലോ, V2 ബൈ V1 ഈക്വൽ ടു I1 ബൈ I2 ഈക്വൽ ടു K എന്ന് പറഞ്ഞൂടെ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K എന്ന് പറഞ്ഞൂടെ? ഓക്കെ, അപ്പോൾ I2 ബൈ I1 ഞാൻ 1 ബൈ K സ്ക്വയർ എന്ന് എഴുതി കൂടെ? ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി, അപ്പോൾ R2 ഡാഷ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? R2 ബൈ K സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ എഴുതുമ്പോൾ, ഇക്വലന്റ് സർക്യൂട്ട് നമ്മൾ ട്രാൻസ്ഫോമറിൽ വരക്കുമ്പോൾ, റെഫേർഡ് ടു പ്രൈമറി നമ്മൾ വരക്കുമ്പോൾ, ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി നമ്മൾ വരക്കുമ്പോൾ എന്നാലോചിച്ച് നോക്കി കേട്ടോ, R1 ഉണ്ടല്ലോ. ഓക്കെ, ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ റെസിസ്റ്റൻസ് പാടുണ്ടോ? ഇല്ല. സെക്കൻഡറിയിൽ എന്തായിട്ടും R2 ഡാഷ് ആയി മാറും. ഈ R2 ഡാഷിൻ്റെ വാല്യൂ എത്രയാണ്? R2 ബൈ K സ്ക്വയർ. ഇതാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയുടെ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി ഇതിലൊരു പാരാമീറ്റർ വരുന്നുണ്ട് R01 എന്ന് പറയും. R01 എന്ന് പറയുന്നത് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അതായത് ഞാൻ സെക്കൻഡറിന് R2 ഡാഷിനെ നമ്മൾ നേരത്തെ എന്തായിരുന്നു വിളിച്ചിരുന്നത്? R2 ഡാഷിന് എന്തായിരുന്നു? സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. സെക്കൻഡറിയിലെ റെസിസ്റ്റൻസ് പ്രൈമറിയിലേക്ക് മാറിയാലാണ് R2 ഡാഷ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത പാരാമീറ്റർ ആണ് R01, ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. അതായത് R2നെ ഞാൻ R2 ഇങ്ങോട്ടേക്ക് മാറ്റിയില്ലേ? ഓക്കെ, R2നെ ഇങ്ങോട്ട് മാറ്റിയാൽ ഈ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, R1ഉം R2 ഡാഷും കൂട്ടിയാൽ കിട്ടുന്നുണ്ടല്ലോ, അതിൻ്റെ വേലാണ് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇക്വലന്റ് റെസിസ്റ്റൻസ് ആയി. റെഫേർഡ് ടു പ്രൈമറി വരാൻ കാരണം എന്താണ്? ഈ റെസിസ്റ്റൻസ് ഒക്കെ പ്രൈമറി ഭാഗത്തല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ സിമ്പിൾ ഇടുന്നത് R01 എന്നിടുക. പ്രൈമറിയിലാണെങ്കിൽ R01 ഇടും. അപ്പോൾ അത് എങ്ങനെ ആരൊക്കെ തമ്മിൽ ആഡ് ചെയ്താലാണ് കിട്ടുക നോക്കുക. ഏതൊക്കെയായിരിക്കും ഇവിടുത്തെ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്? R1 പ്ലസ് R2 ഡാഷ് അല്ലേ? അതെ, R1 പ്ലസ് R2 ഡാഷ് എത്രയാണ്?
R2/K². ഓക്കെ, അപ്പോൾ R01ൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു പ്രൈമറി നമുക്ക് കിട്ടി. ഓക്കെ, അതിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറിയും കിട്ടി. ഇത് ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു പ്രൈമറി ആണ്. ഇത് ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി ആണ്. ഇത് മനസ്സിലാകത്തുണ്ടോ? അത് അടുത്തതിൽ മനസ്സിലാകും. ഇനി ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ, നേരത്തെ നമ്മൾ സർക്യൂട്ട് ഡയഗ്രം നമ്മൾ വരച്ചു. R1 ഉണ്ടായിരുന്നു, R2 ഉണ്ടായിരുന്നു. ഇതിന് കോറിന് 2 വര ഉണ്ട് കേട്ടോ. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ വരക്കുന്നതേ ഉള്ളൂ. ഓക്കെ, R2 ഉണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറിയിൽ നമുക്ക് കണ്ടേ. അപ്പോൾ റെഫേർഡ് ടു സെക്കൻഡറി എന്ന് പറയുമ്പോൾ സെക്കൻഡറിയിൽ മാത്രമല്ലേ റെസിസ്റ്റൻസ് പാടുള്ളൂ? അതെ. അപ്പം ഈ R1 ഇവിടെ നിൽക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ R1നെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ടേ? ചെയ്യണം. R1 എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എന്തായിട്ട് മാറുക? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, R2നെ പ്രൈമറിയിലേക്ക് മാറിയപ്പോൾ എന്ത് മാറ്റി? R2 ആയി. അപ്പോൾ R1നെ സെക്കൻഡറിയിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറും? R1 എന്തായിട്ടും R1 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ R1 ഒരു പേരുണ്ട്, പ്രൈമറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി. അതായത് പ്രൈമറി റെസിസ്റ്റൻസ് ആയിരുന്നില്ലേ? അതെ. അത് സെക്കൻഡറിയിലേക്ക് കൊണ്ടുപോയപ്പോഴല്ലേ R1 ആയത്. ഓക്കെ, അപ്പോൾ പ്രൈമറിയിലെ റെസിസ്റ്റൻസ് ആയിരുന്നു. അത് ഈ ഡാഷ് വരാൻ കാരണം എന്താണ്? ഈ സെക്കൻഡറിയിലേക്ക് മാറ്റിയപ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ സർക്യൂട്ട് എന്തായിട്ട് മാറും? നമ്മൾ സർക്യൂട്ട് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തിട്ട്, പ്രൈമറിയിൽ എന്തെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടാവുമോ? ഇല്ല. സെക്കൻഡറിയിൽ ഉണ്ടാവുമോ? ഉണ്ട്. R2 എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ലേ? ഉണ്ട്. R2 ഉണ്ട്. പിന്നെന്താ ഉള്ളത്? R1 ഉണ്ട്. ഓക്കെ, ഇങ്ങനെയല്ലേ കൊണ്ടുവന്നത്? അതെ. അപ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? നേരത്തെ കേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ഈ R1 R2 വാല്യൂ ഒക്കെ നമുക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളത്. ഓക്കെ, അത് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടേ? ഓക്കെ, ഈ R1 വാല്യൂ നമ്മൾ നേരത്തെ കണ്ട പോലെ എങ്ങനെയാണ്? ഓക്കെ, ഇതാണല്ലോ R1 എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറിയിൽ പോകുന്ന കറണ്ട് എന്തായിരുന്നു? I1. സെക്കൻഡറിയിൽ പോകുന്ന കറണ്ട് എന്തായിരുന്നു? I2. ഇവിടെ എന്തായിരുന്നു? I1. ഇവിടെ പോകുന്ന കറണ്ട് എന്തായിരുന്നു? I2. ഇനി നമ്മൾ എന്തായിരുന്നു നമ്മളെ കണ്ടീഷന്? R1 എത്രമാത്രം കോപ്പർ ലോസ് ഇവിടെ ഉണ്ടാക്കി? എന്താണ്? I1² ഉണ്ട് R1. അത്രയും കോപ്പർ ലോസ് തന്നെ ആയിരിക്കണം ഈ സാധനം R1 നമ്മൾ സെക്കൻഡറിയിലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ R1 സെക്കൻഡറിയിലേക്ക് മാറ്റുമ്പോൾ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്തായിട്ട്? R1 ആയി. അതുണ്ടാക്കിയ കോപ്പർ ലോസ് എന്തായിരിക്കണം? സെക്കൻഡറിയിൽ ഉണ്ടാകുന്ന കോപ്പർ ലോസ് എന്തായിരിക്കും? I2². അതായത് R1 പ്രൈമറിയിലാകുമ്പോൾ എത്ര കോപ്പർ ലോസ് ഉണ്ടാക്കിയോ അപ്പോൾ അത്രയും കോപ്പർ ലോസ് തന്നെ ആയിരിക്കണം R1 സെക്കൻഡറിയിൽ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതന്നെയല്ലേ R1 പ്രൈമറിയിൽ ഉണ്ടാക്കുന്ന കോപ്പർ ലോസ് ഇത്, R1 സെക്കൻഡറിയിൽ ഉണ്ടാക്കുന്ന കോപ്പർ ലോസ് ഇത്. ഓക്കെ, അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. R1 is equal to I1/I2² into R1. ആലോചിച്ച് I1/I2² നമുക്ക് എന്ന് വിളിക്കാം K² into R1 എന്ന് എഴുതിക്കൂടെ? K² into R1 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് R1 എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാൻ പറ്റി? K² into R1 എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇനി ആദ്യം നമ്മൾ എന്ത് വരക്കണം? ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു സെക്കൻഡറി വരക്കണം. ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു സെക്കൻഡറി വരക്കുമ്പോൾ പ്രൈമറിയിൽ റെസിസ്റ്റൻസ് ഉണ്ടോ? ഇല്ല. സെക്കൻഡറിയിൽ എന്തുണ്ട്? ആദ്യം R2 ഉണ്ട്, പിന്നെ R1 ഇല്ലേ? R1 ഉണ്ട്. അതിൻ്റെ വാല്യൂ എത്രയാണ്? K² into R1 ആണല്ലോ. അതെ. എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വലന്റ് സർക്യൂട്ട് റെഫേർഡ് ടു സെക്കൻഡറി എന്ന് വിളിച്ചൂടെ? കുഴപ്പമുണ്ടോ? ഇല്ല. ഇനി ഇത് നമുക്ക് ഒരു പാരാമീറ്റർ കാണണ്ടേ? ഇക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി, അതായത് സെക്കൻഡറിയിലെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതാണ് ഈക്വലന്റ് റെസിസ്റ്റൻസ് ഉദ്ദേശിച്ചത്. നേരത്തെ നമ്മൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി എന്തായിരുന്നു സിമ്പിൾ ഇട്ടത്? R01 ആയിരുന്നില്ലേ? ഓക്കെ, അപ്പോൾ ഈക്വലന്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി എന്തായിട്ട് സിമ്പിൾ എടുക്കും? R02. അതായത് സെക്കൻഡറിയിലെ അതായത് മോട്ടറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് R02. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്താണ്? R2 + R1
ഈക്വൽ ടു R2 പ്ലസ് കെ സ്ക്വയർ ഇൻറ്റു R1. അതിൻ്റെ വാല്യൂ എന്താണ്? R02. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, സിമ്പിളായിട്ട് നമുക്ക് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. വെൻ പ്രൈമറി റെസിസ്റ്റൻസ് ഈസ് ഷിഫ്റ്റഡ് ടു സെക്കൻഡറി. അപ്പോൾ പ്രൈമറിയിലെ റെസിസ്റ്റൻസ് എന്തായിട്ട് മാറി? സെക്കൻഡറിയിലേക്ക് മാറുമ്പോൾ എന്തായിട്ട് മാറും? R1 ഡാഷ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ R1 ഡാഷിൻ്റെ വാല്യൂ എന്തായിരിക്കും? കെ സ്ക്വയർ ഇൻറ്റു R1 ആയിരിക്കും. അതല്ല നമ്മൾ ഇപ്പോൾ പഠിച്ചത്. ഓക്കെ, വെൻ സെക്കൻഡറി റെസിസ്റ്റൻസ് ഈസ് ഷിഫ്റ്റഡ് ടു പ്രൈമറി, R2 ഡാഷ് ആയിട്ട് മാറും. ഈ R2 ഡാഷിൻ്റെ പേര് എന്തായിരുന്നു? സെക്കൻഡറി റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി. ഓക്കെ, പ്രൈമറിയാണ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? R2/K² ആയിരുന്നു. R01 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു പ്രൈമറി അല്ലേ? അപ്പോൾ ആലോചിക്ക്, പ്രൈമറിയിലേക്ക് മാറുമ്പോൾ R1 അവിടെ തന്നെ അല്ലേ ഉണ്ട്. അങ്ങോട്ടേക്ക് എന്താ കൊണ്ടുവന്നത്? R2 ഡാഷ് അല്ലേ കൊണ്ടുവന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, R1 പ്ലസ് R2/K² ആയിരിക്കും. ഞാൻ വെച്ച് നോക്കി, ഇക്വലൻ്റ് റെസിസ്റ്റൻസ് റെഫേർഡ് ടു സെക്കൻഡറി അല്ലേ അത്? അതെ, റെഫേർഡ് ടു സെക്കൻഡറി ആകുമ്പോൾ R2 പറഞ്ഞ സാധനം അവിടെ അല്ലേ ഉണ്ട്. എന്തിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? R1 ഡാഷിനെ. എന്നാലോചിച്ച് നോക്കി, R2 പ്ലസ് R1 ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? K² ഇൻറ്റു R1. ഈ കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ, ഇതാണ് ഈ കാര്യത്തിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കി പഠിച്ചു വെക്കണം. ഓക്കെ, ഈ ഇക്വേഷൻ മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്.